കേരളത്തിലേക്ക് മൂന്നാം വന്ദേ ഭാരത് സർവീസ് എത്തുന്നു. എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് പുതിയ സർവീസ് വരുന്നത്. നവംബറോടെ പുതിയ സർവീസ് എത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഈ റൂട്ടിൽ വന്ദേ ഭാരത് അനുവദിക്കണമെന്നത് യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. 2024 ജൂലൈയിൽ എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് റെയിൽവേ അവതരിപ്പിച്ചിരുന്നു. ആഴ്ചയിൽ 3 ദിവസമാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിയത്. എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 12:50 പുറപ്പെട്ട് രാത്രി 10 ബംഗളൂരുവിലെത്തും. ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് ഈ സർവീസ് ഉണ്ടായിരുന്നത്. ബാംഗ്ലൂരുവിൽ നിന്ന് തിങ്കൾ, വ്യാഴം, ശനി ദിവസങ്ങളിൽ രാവിലെ 5:30 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 2:20 എറണാകുളത്ത് തിരിച്ചെത്തുന്ന തരത്തിലായിരുന്നു സർവീസ്. സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് 3 മുതൽ 5 മണിക്കൂർ വരെ യാത്രാസമയം കുറയ്ക്കാൻ ഈ വന്ദേ ഭാരത് സർവീസിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർവീസിന് വലിയ ഡിമാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 100% ഒക്യുപ്പൻസി റേറ്റ് ഉണ്ടായിട്ടും സ്പെഷ്യൽ സർവീസ് വളരെ പെട്ടെന്ന് പിൻവലിച്ചു. പ്രവൃത്തി ദിനങ്ങളിലെ തിരക്ക് കുറവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. റെയിൽവേ നടപടിക്കെതിരെ അന്ന് വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നത്. ബാംഗ്ലൂരുവിൽ ഏകദേശം 5 ലക്ഷത്തോളം മലയാളികളുണ്ട്. പുതിയ വന്ദേ ഭാരത് സർവീസ് മലയാളികൾക്ക് വലിയ ആശ്വാസമാകും. വ്യാപാര, ടൂറിസം മേഖലകൾക്കും പുതിയ ഉത്തേജനം നൽകും. കുറഞ്ഞ നിരക്കിൽ സുഖകരമായ ബംഗളൂരു യാത്രയാണ് ഈ സർവീസിലൂടെ യാഥാർത്ഥ്യമാകുക. ചെയർകാർ ടിക്കറ്റിന് ഏകദേശം 1465 രൂപയും എക്സിക്യൂട്ടീവ് ക്ലാസിന് 2945 രൂപയുമാണ് നേരത്തെ ഉണ്ടായിരുന്ന നിരക്ക്. ആധുനിക യാത്രാനുഭവം ആഗ്രഹിക്കുന്നവർക്ക് ഈ സർവീസ് ഏറെ പ്രയോജനകരമാകും, പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിൽ. മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സാധിക്കും. റീക്ലൈനിങ് സീറ്റുകൾ, വൈഫൈ, LCD സ്ക്രീനുകൾ, ചാർജിംഗ് പോർട്ടുകൾ, ബയോ വാക്വം ടോയ്ലറ്റുകൾ തുടങ്ങി ആധുനിക സൗകര്യങ്ങൾ ഈ ട്രെയിനിലുണ്ട്. CCTV, ഫയർ ഡിറ്റക്ഷൻ സംവിധാനങ്ങൾ തുടങ്ങിയ സുരക്ഷാ സവിശേഷതകളും ഇതിന്റെ പ്രത്യേകതയാണ്. നിലവിൽ തിരുവനന്തപുരം, മംഗലാപുരം റൂട്ടിലും തിരുവനന്തപുരം, കാസർഗോഡ് റൂട്ടിലുമാണ് കേരളത്തിൽ വന്ദേ ഭാരത് ഓടുന്നത്.